Do you feel the vibes? നമ്മളുടെ തയ്യാറാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് ഉപയോഗിച്ച് വളരെ പെട്ടെന്നൊരു കേക്കാണ്. ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചൊരു കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 3 കവർ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിരുന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കവർ ഇനോയാണ്. ഇനോ ഒരു കവർ ഇനോ ചേർത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി. നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിന്നിൽ ഞാൻ ഓയിൽ തടവിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റുകയാണ്. അങ്ങനെ ഞാനിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മത് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. ഇതൊരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ഇത് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ പാൻ ഇവിടെ സ്റ്റൗവിൽ ചൂടാക്കി വെക്കണം. കാര്യം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കേക്കാണ്. ഞാൻ 5 മിനിറ്റ് മുമ്പ് വെച്ചതാണ്. നന്നായിട്ട് ചൂടായിരിക്കുന്ന പാനാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. പിന്നെ തുറന്നേക്കാം. അതിനുശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. അതിൻ്റെ ഇവിടെ ക്ലിയറായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നുള്ളതാണ്. ഇത് തണുത്തിട്ടുണ്ട് കേക്ക് നന്നായിട്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ഉപയോഗിച്ചുള്ള കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.